കണ്ട വരയാട്. ഹലോ, വരയാട് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. വരയാട് ഇതേ മുകളിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കയറി വന്നിട്ടുണ്ട്. വേറെ വരയാട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മൾ ഓൾറെഡി വണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് അങ്ങോട്ട് അകത്ത് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് അവിടെ ഒരു ക്യൂ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവരുടെ ബസ്സുണ്ട്. അവരുടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് നമുക്ക് പല വിധത്തിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആവും. നമുക്ക് ഇവിടെ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വരാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ ഇരവികുളം നാഷണൽ പാർക്ക്. വാട്സപ്പിൻ്റെ ഒരു നമ്പർ ഉണ്ട് ഇവിടെ. അതായത് കണ്ടോ, ആ വാട്സപ്പിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്ക് എന്നുള്ള സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ റിഫ്രഷ്മെൻറ്റ് കോർണർ, VR പാർക്ക്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടില്ലേ ബഗ്ഗി സർവീസ് എന്ന് പറഞ്ഞിട്ട്, അത് പറഞ്ഞത് 6 പേർക്ക് നമുക്ക് വേണമെങ്കിൽ നടന്നു പോകണ്ട, ബഗ്ഗിയിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിന് 6000 രൂപ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എൻട്രി വരുന്നത്. അപ്പോൾ എൻട്രി ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ VR എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് വെർച്വൽ റിയാലിറ്റി അതായത് ഈ കാട് നമ്മൾ കൊണ്ടത് കുറച്ചൊരു ഭാഗമാണ്. അത് മുഴുവൻ വലിയൊരു ഏരിയയിൽ അത് ഭയങ്കര അവർ ഹെലിക്യാം ഷോട്ടിലും ഈ ഡ്രോൺ ഷോട്ടിലും ഒക്കെ ഷോട്ട് ചെയ്ത് റിയൽ ആയിട്ടുള്ള അതിൻ്റെ നമുക്ക് അവിടെ ഒരു 10 മിനിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ്. അതിന് 100 രൂപ ഒരാൾക്കുണ്ട്. അപ്പോൾ ഇത് എൻട്രൻസ് ആണ്. നമുക്ക് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അവർ ടിക്കറ്റ് കാണിച്ച് നമ്മളിവിടെ അകത്ത് കയറി. ഇതിപ്പോൾ ബസ്സിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓർക്കിഡൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഓർക്കിഡിൻ്റെ പൂവുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇത് ചെയ്യാം, എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. നമ്മൾ അങ്ങോട്ട് ഇരവികുളം അവിടെ ക്യൂവിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിലൊരു പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു. നമ്മളപ്പോൾ വണ്ടി സൈഡ് ഒതുക്കി കൊടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിലെ വ്യൂ ആണ് കാണുന്നത്. ഇതിൽ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് ഇത് നിന്നുള്ള ഇതിൽ കൊണ്ടുപോകത്തില്ല ആൾക്കാരെ. എവറി 20 മിനിറ്റ്സിലും നമുക്ക് ബസ് ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ അവിടെ താഴ്ത്തി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചില സമയത്ത് ആടുണ്ടാവും, ദൂരത്തൊക്കെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ ടോപ്പ് പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ട്. ഈ തേയിലയുടെ മലകളും ഒക്കെ കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്നതുണ്ടോ, ഇത് തേയിലത്തോട്ടം എന്ന് പറയുന്നത് ഇത് ടാറ്റ ഇതുണ്ടല്ലോ കണ്ണൻദേവൻ, അവരുടെ ടീ പ്ലാന്റേഷനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. വേളിയിൽ നിന്ന് ഇതെന്ത് വെള്ളച്ചാട്ടം അത്? റെയിനിങ് സീസണിൽ ഉണ്ടാവുന്നതാണല്ലേ. ഇതൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബ്രിഡ്ജാണ് ഇത്. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയാണ് അല്ലേ. ഇത് കണ്ടില്ലേ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇത് മറ്റേ ഇതല്ല, അയൺ ബ്രിഡ്ജാണല്ലേ. ബ്രിഡ്ജൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എൻഡിങ് പോയിന്റിൽ എത്തിയട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമുക്ക് 1 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബാക്കി എക്സ്പ്ലോറേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിതാ ഇവിടെ എൻട്രി പോയിന്റിൽ നിന്ന് നമ്മൾ
അവിടെ ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ, അവിടെയാണ് എൻട്രി. നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് പ്ലാസ്റ്റിക്കും സ്നാക്സും ഒന്നും അങ്ങോട്ട് അകത്ത് കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ ആ പോകാനായിട്ട് റെഡി ആയിട്ട്, അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കോട്ടും എൻ്റെ കയ്യിൽ കുടയുണ്ട്, ബാക്കി ഇതേ ലുട്ടുമൊക്കെ ഇത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പോവാ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇരവികുളം നാഷണൽ പാർക്ക്, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്. സേ നോ ടു പ്ലാസ്റ്റിക് പ്രോഹിബിറ്റഡ്, ലിറ്റർ പ്രോഹിബിറ്റഡ്. അപ്പോൾ അതായത് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു പോകാനുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇത് കണ്ടില്ലേ, 3 കൺട്രികൾ റെയിൻകോട്ട് ഇട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. മഴ വരുമ്പോഴത്തേക്കും ഭയങ്കര കോടയായിരിക്കും. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അവിടെ മേളിൽ നമ്മൾ വന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ, അതെ അവിടെ നിന്ന് മേളിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം വീഴുന്നുണ്ട്, ഒരു വാട്ടർഫോൾ ഉണ്ട്. അത് ഈ മഴ സമയത്ത് ഉണ്ടാകുന്ന വാട്ടർഫോളാന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 6000 അടി മുകളിലാണെന്ന് പറയുന്നത്. സീ ലെവലിൽ നിന്ന് 6000 ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ. അതായത് ഫ്രഷ് എയർ ശ്വസിച്ചിട്ടാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കോടയുണ്ട്. അപ്പോൾ ഈ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോഡ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പണ്ടുണ്ടായിരുന്ന ടീ എസ്റ്റേറ്റ് ഉള്ള സമയത്ത്, ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു പാലമൊക്കെ ക്രോസ് ചെയ്ത് വന്നില്ലേ, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇരുമ്പ് പാലമാണ്. അതിൻ്റെ അടിയിൽ കൂടിയാണ് ആ വെള്ളച്ചാട്ടം കടന്നു പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വരയാടിനെ കാണാൻ പറ്റും. അപ്പോൾ ഭാഗ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുള്ളി ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. പിന്നെ വേറൊരു കാര്യം, ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് എൻട്രി ടൈം. അതിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ക്ലോസ്ഡ് ആയിരിക്കും. കാരണം വരയാടുകളുടെ പ്രസവ ആ ഒരു സമയമായിരിക്കും, അതുകൊണ്ടാണ് അത് ക്ലോസ്ഡ് ആവുന്നത്. അപ്പോൾ അതിന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കാണാൻ പറ്റും. നീൽഗിരി താർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പറയപ്പെടുന്നത് ഈ രാജമലയിലാണ് നീലക്കുറിഞ്ഞി പൂവ് ഉണ്ടാകുന്നത്. നീലക്കുറിഞ്ഞി പൂവ് 12 വർഷത്തിലൊരിക്കലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് 12 തരം വെറൈറ്റി എന്തോ നീലക്കുറിഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞു. ഒറിജിനൽ നീലക്കുറിഞ്ഞി ഈ രാജമലയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം കയറുന്നതുകൊണ്ട് നല്ല കിതപ്പുണ്ട് കേട്ടോ. കിതപ്പും തണുപ്പും ഉണ്ട്. അപ്പം അതിൻ്റേതായ ഒരു കിതപ്പുണ്ട്. ആട് ഇത് കണ്ട വരയാട്. ഹലോ, വരയാട് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. വരയാട് ഇതേ മുകളിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇതാ വേറെ വരയാട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതിന് താഴെയൊക്കെ ഉണ്ട് കേട്ടോ വരയാടിൻ്റെ ഫാമിലി വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വരയാടിനെ കണ്ടില്ല എന്നുള്ള ഒരു ദുഃഖം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. അപ്പോൾ യെസ്, വരയാട്. നമ്മളിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രവേശനം ഇവിടെ വരെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നീലക്കുറിഞ്ഞിയുടെ പൂവിൻ്റെ പടമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അതെ, കണ്ടില്ലേ ഈ കാണുന്ന ചെടി കണ്ടോ, ഈ കാണുന്ന ചെടി മുകളിലൊക്കെ കണ്ടോ, എല്ലായിടത്തും കണ്ടോ, ഇതാണ് നീലക്കുറിഞ്ഞി ചെടികൾ. ഇത് എല്ലാ ഭാഗത്തും ഇവിടെ ഈ ഏരിയയിൽ, പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ നീലക്കുറിഞ്ഞിയുണ്ട്. ഇനി 2030 നീലക്കുറിഞ്ഞി പൂക്കണേന്ന് പറയണ. അപ്പോൾ ഇനി 2030 ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി വരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ എൻഡ് പോയിന്റ്. ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ
ഏറ്റവും എൻഡിലുള്ള പോയിന്റ് ഇതാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും. ഇപ്പോൾ പറഞ്ഞില്ലേ അതെ കോട വന്നിട്ട് നമുക്ക് ആ വ്യൂ പോയിന്റ് നമുക്ക് അത്ര വ്യൂഡ് അല്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടില്ലേ ആ വരയാട് നീലഗിരി താർ, എൻ്റെ പേര് കോമൺ നെയിം നീലഗിരി താർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അതിൻ്റെ പ്രജനന സമയമാണ്. ആ സമയങ്ങളിൽ മാത്രം ഇങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല. രാവിലെ 8 മുതൽ 4 വരെ നമുക്കിവിടെ വരാം. ഇപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ചെറിയ തിരക്കെട്ടാ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞില്ലേ, ഈ നിൽക്കുന്ന ചെടികളൊക്കെ നീലക്കുറിഞ്ഞിയാണ് ഇത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോ. ഇവിടെ കാഴ്ചകൾ കുറേ ഉണ്ട് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആടുകളെ കണ്ടില്ലേ, അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട ആടുകൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഗ്രൂപ്പ് ഓഫ് കുറേ എണ്ണം ഉണ്ട്, കുറേ ഗ്രൂപ്പ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഫാമിലിയാന്ന് തോന്നുന്നത്. അവിടെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്. വരയാട് എന്ന് പറയുന്നത് വര, നമ്മൾ മേത്ത് വരയുള്ളതുകൊണ്ടല്ല വരയാട് എന്ന് പേര് പറയുന്നത്. അതായത് പാറയുടെ വരകളുണ്ടല്ലോ, പാറയുടെ ഇടുക്കുകൾ, അതിൽ ജീവിക്കുന്നതായതുകൊണ്ടാണ് വരയാടിന് വരയാട് എന്നുള്ള പേര് വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത് വെച്ചാൽ അത് ഈ പുൽമേടുകളുടെ പ്രദേശമാണ്. അപ്പോൾ അതൊക്കെയുള്ള തീറ്റകൾ അവിടെ കൂടുതൽ കിട്ടും. അതായത് 3 തരം വരയാടുകളാണ് ലോകത്തുള്ളത്. ഒന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ ഹിമാലയൻ വരയാടുകളുണ്ട്, നമ്മുടെ ഇവിടുത്തെ വരയാടുണ്ട്, പിന്നെ മരുഭൂമി വരയാട്. അതായത് ഇവർ ഈ പാറയുടെ അവിടെ താമസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുലികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുലികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇവർക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ സേഫ്റ്റി ഉണ്ട്. പിന്നെ പുൽമേടുകളിൽ അവർക്ക് ധാരാളം ഭക്ഷണം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവർ ആ ഒരു പ്രദേശത്ത് അവർ തമ്പടിക്കാനുള്ള കാരണം. നോക്കിയേ, വരയാടുകളെ കാണാനുള്ള ഭാഗ്യം കിട്ടി. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ട, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കേണ്ട, നല്ല മഴയാണ്. കുറേ പേര് കോട്ടൊക്കെ ഇട്ടിട്ട് താഴ്ത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു സീസൺ എന്ന് പറഞ്ഞാലേ നോർത്ത് ഇന്ത്യൻസ് ധാരാളം പേര് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഹോട്ടാണല്ലോ. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേരുണ്ട് നോർത്ത് ഇന്ത്യൻസ്. നമ്മളിപ്പോൾ മേളിൽ വരാടിനെയൊക്കെ കണ്ട് തിരിച്ചെത്തിയട്ടോ. അപ്പോൾ തിരിച്ചത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൻ്റെ അവിടെ എത്തി. അതായപ്പോൾ കണ്ടില്ലേ, കുറേ പേര് ഇപ്പോഴും അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അത് അവിടെ എത്തി. ഇതിവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തിരിച്ചെത്തിയട്ടോ. ഞങ്ങൾ റിട്ടേൺ പോകാൻ വേണ്ടി ക്യൂ നിൽക്കണ കണ്ടോ. ഇപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വന്നു നിന്നു. ഇത് റിട്ടേണിനുള്ള ക്യൂ ആണ്. നമ്മൾ ആ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഉണ്ടോ, മേളിൽ പറഞ്ഞില്ലേ ആ വെള്ളത്തിൻ്റെ മഴ കൂടിയത് കാരണം മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടമാണ് ഇത്. ഓൺ ദ വേയിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ താമസിച്ചത് ഈ ഒരു റിസോർട്ടിലാണോ നമ്മൾ താമസിച്ചത്. ആയൂർ കൗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് ഇത്. ഒരു പ്രീമിയം ക്ലാസ് റിസോർട്ടാണ് ഇത്. നമ്മൾ ചിന്നക്കനാലിലാണ് വരുന്നത്. നമ്മൾ ടൗണിൽ നിന്ന് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ആനച്ചാൽ വഴിയോ നമുക്ക് ഇവിടെ വരാം. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് അതായത് വരുമ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് റിസപ്ഷൻ. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെ നോക്കിയേ, നല്ല അടിപൊളിയാണ്. ഇത് 2 വഴികളായിട്ട് അങ്ങോട്ട് തിരിയുന്നുണ്ട് കയറുമ്പോൾ തന്നെ. അതായത് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതായത് കണ്ടില്ലേ, ഇവിടെ നിന്ന് താഴെ അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വാലിയുടെ വ്യൂ ആണ്. അത് മേളിൽ നിന്നുള്ളതുണ്ട്, ഞാൻ പിന്നീട് അത് കാണിച്ചു തരാം. ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 18 ഏക്കർ ഉണ്ടെന്ന് പറയണം ഇതിൻ്റെ സ്ഥലം. അത്രയും വിശാലമായ ഒരു ഏരിയ ആണ് ഇവിടെ. പിന്നെ 140 റൂംസ് ഉണ്ട്.
അത് കോട്ടേജസ്, ഇൻഡിപെൻഡൻറ്റ് കോട്ടേജസ് ആയിട്ട്, ഹണിമൂൺ കോട്ടേജസ് ആയിട്ട്, പിന്നെ ഗ്രൂപ്പായിട്ടുള്ള റൂംസായിട്ട്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു മീൻസ് ക്ലൈമറ്റാണ് ഇവിടുത്തെ ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഇതിൽ എന്താ പറയുക, ബില്ലിയാർഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ ക്യാരംസ്, ടേബിൾ ടെന്നീസ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. ഇതൊക്കെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടുത്തെ മുകളിലോട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ട് നേരെ പോയാലാണ് സ്വിമ്മിങ് പൂളൊക്കെ ഉള്ളത്. ഇവിടെ കുറേ കോട്ടേജസ് ഉണ്ട് കേട്ടോ. കുറേ ഇപ്പോൾ രാവിലെ ടൈമിൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇതാ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കുറേ പേരൊക്കെ വെക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ റൂമിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നതാണ്. അവരിപ്പോൾ അതേ വെക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം? അനച്ചാലോ? ആ, അപ്പോൾ ശരി, അപ്പോൾ കാണാം, ബൈ. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മളിപ്പോൾ കണ്ട സ്ഥലം തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കോടയായിട്ട് മാറി കേട്ടോ. ഇവിടെ ഭയങ്കര കോടയാണ്. ഇവിടെ തൊട്ട് ഒരു സെക്കൻഡ് മിനിറ്റിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. നമ്മൾ താമസിച്ച റൂം ഇതായിരുന്നു കേട്ടോ. ഇവിടെയാണ് നമ്മളിത് മേളിലായിരുന്നു താമസിച്ചത്. അത് നമ്മൾ സൺറൈസ് ഇത് ചെയ്യുന്ന ഫേസ് ചെയ്യുന്ന ടൈപ്പുള്ള റൂമാണത്. പിന്നെ അവിടെ നിന്ന് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ടും പിന്നെ അതേപോലെ താഴ്ത്തോട്ടും. അപ്പോൾ അതേ താഴ്ത്തോട്ട് ഞാനിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ താഴ്ത്തോട്ടുള്ള ഇറക്കം നോക്കി. ഇതേപോലുള്ള ഇതുപോലുള്ള കുറച്ച് ഒരുമിച്ചുള്ള റൂംസുള്ള കോട്ടേജസ് ഉണ്ട്, പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോട്ടേജസ് ഉണ്ട്. പിന്നെ ഇതിൽ വേറെയും കുറച്ചുണ്ട് കേട്ടോ. ഇവിടെ കോട്ടേജസ് കുറച്ച് പേര് ഓണായിട്ട്, അതായത് ഇവിടെ റെൻറ്റ് കൊടുക്കുന്നതല്ല, ഇവിടെ പെപ്കോ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ HDFC, അങ്ങനെയുള്ളവർക്ക് ഇവിടെ കോട്ടേജസ്, പ്രൈവറ്റ് കോട്ടേജസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അവരുടെ സ്റ്റാഫുകൾക്കും ഒക്കെ താമസിക്കാനായിട്ട് അങ്ങനെ കുറച്ച് ഇതുണ്ട്. ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ നടന്ന് നമുക്ക് കാല് കഴക്കും, അത്രക്കുണ്ട് ഏരിയ. അപ്പോൾ അതായത് നമ്മുടെ റൂംസിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നത് അസർ, പിന്നെ പുള്ളിയുടെ അളിയനുണ്ട്, അവരാണ് ഷാനാസ്. അവർ കൊല്ലത്തു നിന്നുള്ളവരാണ്. അല്ലേ, റൂം കുഴപ്പമില്ല അല്ലേ, കോട്ടേജ്? ആ, നല്ല അതെ. ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇതേ ഇപ്പം ഞങ്ങൾ നിന്ന് പറഞ്ഞ് മാറിയപ്പോൾ തന്നെ കോട വന്ന് ഇവിടെ സെറ്റായി. അതിനിടയ്ക്ക് ഇവിടെ ഒരു ചെറിയ ആൾക്ക് പനി പിടിച്ച കാരണം അതാണ് പ്രശ്നം. അപ്പോൾ അവർ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ, കാണാം, ബൈ. ഞാനിപ്പോൾ നമ്മുടെ റൂമിൻ്റെ സൈഡിലോട്ടുള്ള കയറ്റമാണ്, ഇങ്ങോട്ട് ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയാണ് റൂംസുകളുടെ ഒരു ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 ടൈപ്പ് റൂംസ് ഏരിയ ഉണ്ടെന്ന് അവിടെ പറയണം. ഒന്ന് ഒരു സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ വാലി, 4 സൈഡ് വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അതായത് ഒരു സൈഡ് എന്ന് പറഞ്ഞത് വാലി വ്യൂ ആണ്, ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഹിൽ വ്യൂ ആണ്, ഒരു സൈഡ് സൺറൈസ് വ്യൂ ആണ്, ഒരു സൈഡ് സൺറൈസ് പ്ലസ് ഈ ഇത് എന്താ പറയുക, നമ്മുടെ പ്ലാന്റേഷൻ വ്യൂ, അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി. ഞങ്ങൾ താമസിച്ചത് സൺറൈസ് വ്യൂവിലാണ് താമസിച്ചത്. എന്താ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പാറയുടെ മുകളിൽ കയറി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നിന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ പ്രോപ്പർട്ടി കാണാതെ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. നമ്മൾ താമസിച്ചത് അവിടെയാണ്. കണ്ടോ, അങ്ങോട്ടൊക്കെ ഇൻഡിപെൻഡൻറ്റ് വില്ല പോലുള്ളതും അങ്ങോട്ടൊക്കെ താഴ്ത്തൊക്കെ കണ്ടില്ല, അതൊക്കെ താഴ്ത്തോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞില്ല, ആ സൈഡിലുള്ള റൂം എന്ന് പറയുന്നത് എന്താ പറയുക, സൺറൈസ് വ്യൂ ആൻഡ് ഈ പറയുന്ന പ്ലാന്റേഷൻ വ്യൂ ആണ് ഈ സൈഡിലുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ സൺറൈസ് വ്യൂ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് കണ്ടില്ലേ, ഹിൽ വ്യൂ ആണ്, അവിടെ ഹില്ലാണ്, അവിടെ അങ്ങോട്ട് ഹിൽ വ്യൂ ആണ്. പിന്നെ ഇങ്ങോട്ടുള്ളതാണ് വാലി വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആനയിറങ്കൽ, അതിൻ്റെ ആ കാണുന്ന അവിടെയാണ് ആനയിറങ്കൽ ഡാമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കോട കാരണം കുറേയൊക്കെ വിസിബിൾ അല്ല. അത് കണ്ടില്ലേ, ആ കയറിയ ആ പാറയുടെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ആനയിറങ്കൽ ഡാം. പിന്നെ അതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ബൈസൺ വാലി.
അതായത് ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് കാണുന്നത് ബൈസൺ വാലി ആ ഒരു ഏരിയ ആണ്, അത് പറഞ്ഞില്ലേ വാലി വ്യൂ എന്നുള്ളത്. പിന്നെ ഉള്ളത് ആനിറങ്കൽ ഡാം. ഇപ്പോൾ അവിടെ നമ്മൾ നോർമലി ഒരു തണുപ്പുണ്ട് ഇവിടെ, അത് കൂടാതെ ഈ ഇത് ഇളകുന്നത് കണ്ടോ, കണ്ടില്ലേ ഈ മുളമര ഇളകുന്നത് കണ്ടോ. ഈ നോർമലി തണുപ്പിൻ്റെ കൂടെ ഈ കാറ്റും കൂടി ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ തണുപ്പ് ഡബിളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, അതെ ഈ മരങ്ങളൊക്കെ ഇളകണുണ്ടോ, കാറ്റുള്ളത് കൊണ്ടിട്ടാണ്. ഇതിപ്പോൾ അത് അവിടെ നിന്ന് കോടടിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇവിടെ മൂടിപ്പോവും. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നതും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്, നല്ല അടിപൊളിയാണ് ഇവിടെ. പിന്നെ ഇത് ഞങ്ങൾ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് പറഞ്ഞില്ലേ സൺറൈസ് വ്യൂ ആ ഒരു ഏരിയയാണ്. ഞങ്ങളുടെ റൂം വന്നത് സൺറൈസ് വ്യൂ എന്നുള്ള ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് ഇവിടെ നിന്നുണ്ടെങ്കിൽ താഴത്തുള്ള റോഡുകളാണ്, അതായത് കണ്ടില്ലേ മലകൾ, അവിടെ നിന്ന് സൺറൈസ് നമുക്ക് രാവിലെ കാണാം. ഞങ്ങൾ രാവിലെ സൺറൈസ് കണ്ടു, ചെറുതായിട്ട് കണ്ടു, അപ്പോൾ തന്നെ കോട വന്ന് നിറഞ്ഞു, പിന്നെ അത് മിസ്സായി. അപ്പോൾ പറഞ്ഞില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ, ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ നല്ല സൂപ്പറാണ്. അത് കണ്ടില്ലേ മിനിറ്റിനാണ് കോട, നമ്മൾ വരും പിന്നെ പോകും.